ഫ്രാൻസിസ് പാപ്പയെ ഗോവയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചതായി ഗോവൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു. പാരമ്പര്യമായി 10 വർഷത്തിലൊരിക്കൽ മാത്രം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതിക ശരീരത്തിന്റെ തിരുശേഷിപ്പുകൾ പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്നതിന്റെ ഭാഗമായാണ് ക്ഷണം. ഗോവയിലെ പനാജി നഗരത്തിനടുത്തുള്ള നല്ലീശോ കത്തീഡ്രലിലാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറക്കുന്നത്. 45 ദിവസം നീണ്ടുനിൽക്കുന്ന പരസ്യവണക്ക പരിപാടികളിലേക്ക് മറ്റനവധി അന്താരാഷ്ട്ര അതിഥികളെയും ക്ഷണിച്ചിട്ടുള്ളതായി പ്രമോദ് സാവന്ത് അറിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും വരുന്നുണ്ടോ എന്നതിന്റെ വിശദാംശങ്ങൾ അറിയിക്കുക പാപ്പയുടെ തീരുമാനമനുസരിച്ചായിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2 വർഷത്തെ ആത്മീയമായ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് 2024 നവംബർ 21 പരസ്യവണക്കം ആരംഭിക്കുന്നതെന്ന് ഗോവ ദാമൻ മെത്രാപ്പോലിത്ത കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ അറിയിച്ചു. തുടർന്ന് 2025 ജനുവരി 5 പരസ്യവണക്കം സമാപിക്കും. തോമസ് ലീഹായ്ക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാനെത്തിയ ഈശോ സഭാംഗമായ സ്പെയിൻകാരനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതിക ദേഹം അടക്കം ചെയ്തിരിക്കുന്നത് ഗോവയിലെ നല്ല ഈശോ കത്തീഡ്രലിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ ദേവാലയത്തിലേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഗമനത്തെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് ഭാരത കത്തോലിക്ക വിശ്വാസികൾ. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.